ഹായ് ഫ്രണ്ട്സ്, ചങ്ങായി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ഇന്നേ വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു മല്ലിക ഇഡ്ഡലി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മല്ലിക ഇഡ്ഡലി തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഞാനിവിടെ 2 കപ്പ് അളവിൽ പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാ പച്ചരിയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ അളവിൽ ഉലുവ, പച്ച ഉലുവ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂൺ അളവിൽ ഉഴുന്നു കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മല്ലിക ഇഡ്ഡലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് 2 സ്പൂണ് ഉഴുന്നിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് നല്ല രീതിക്ക് ഇതിനെ ഒന്ന് കഴുകി കുതിർത്തെടുക്കണം. ഒരു 2-3 മണിക്കൂറെങ്കിലും നല്ല രീതിക്കൊന്ന് കുതിർത്തതിന് ശേഷം മാത്രമേ നമ്മൾ അരച്ചെടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ പച്ചരിയൊക്കെ ഒന്ന് ഞാൻ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലിട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിയ മിക്സിയുടെ ജാറ് തന്നെ എടുക്കണം. ചെറിയ ജാറിലൊന്നും ഇട്ട് നമുക്കിത് അരച്ചെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ 2 സ്പൂണ് ഉഴുന്നും അതുപോലെ തന്നെ ഒരു വലിയ സ്പൂണിൽ ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പച്ച ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ അരിയൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ മല്ലിക ഇഡ്ഡലി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഇഡ്ഡലി നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു അരി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഗ്രൈൻഡറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്രൈൻഡറിൽ അരച്ചെടുക്കണം. പിന്നെ തണുത്ത വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണമെന്നില്ല. ഞാൻ സാധാ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു മാവ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഞാനൊന്ന് അരച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയാണ് ഇതിൻ്റെ സ്പെഷ്യൽ സാധനങ്ങൾ ഞാനിതിൽ ചേർക്കാൻ പോകുന്നതും. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ പാത്രത്തിലാണ് ഈ ഒരു മാവ് കൂട്ട് നമ്മൾ തയ്യാറാക്കി വെക്കുന്നതും കേട്ടോ. അപ്പോൾ മാവ് കൂട്ടൊക്കെ ഞാനിവിടെ ഒന്ന് റെഡിയാക്കിയിട്ട് ഇതേപോലൊരു മൺചട്ടിക്കകത്ത് വേണം നമ്മുടെ ഈ മല്ലിക ഇഡ്ഡലിയുടെ മാവ് കൂട്ട് തയ്യാറാക്കാനായിട്ട്. അത് തന്നെയാണ് ഈ ഒരു മല്ലിക ഇഡ്ഡലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ മൺചട്ടിയിലായിരിക്കണം ഈ മാവ് നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ടുള്ളത് കേട്ടോ. നമ്മളിത് മൺചട്ടിയിൽ തന്നെ തയ്യാറാക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ 2 സ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പിട്ട് കൊടുത്തിട്ട് ഇത്രയും നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ ചോറോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടുള്ളതല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് രാത്രി ഇതേ രീതിക്കൊന്ന് റെഡിയാക്കി മൺചട്ടിക്കകത്ത് തന്നെ റെഡിയാക്കി വെക്കണം. അപ്പോൾ നിങ്ങൾ കറിയൊന്നും വെക്കാനായിട്ട് എടുക്കുന്ന മൺചട്ടി എടുക്കരുത് മാവ് പുളിപ്പിക്കാനായിട്ട്. പ്രത്യേകിച്ച് മീൻകറിയൊന്നും വെക്കുന്ന ചട്ടിയൊന്നും എടുക്കാനേ പാടില്ല കേട്ടോ. അതിനുശേഷം ഇതേപോലെ മാവ് ഒന്ന് അരച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു സ്പെഷ്യൽ സാധനം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മല്ലിക ഇഡ്ഡലി സ്പോഞ്ചി ആവുന്നതിനുള്ള 2 സംഭവങ്ങളാണ് ഞാൻ ഒന്ന് മൺചട്ടിയും അതുപോലെ തന്നെ ഇതൊരു സ്പെഷ്യലായിട്ടൊരു സാധനം കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം അതിന് മുന്നേയൊക്കെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് മാവ്, കുറച്ചെന്ന് പറയുമ്പോൾ ഒരു 2-3 സ്പൂണോളം മാവ് എടുത്തൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. ആ മാവ് കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വേണം ഇതിനെ ഒന്ന് യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു മല്ലിക ഇഡ്ഡലി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല സൂപ്പറായിട്ട് പൂ പോലെ നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം നമ്മളിതിൽ ചോറോ ഒന്നും ചേർക്കുന്നില്ല. ഉഴുന്നും കുറച്ച് തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉലുവയും ഉഴുന്നും മാത്രമാണ് നമ്മൾ ഈ ഒരു മല്ലിക ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഇഡ്ഡലി അല്ല, ഇത് നോർത്ത് ഇന്ത്യക്കാരുടെ ഡിഷാണ്. അപ്പോൾ അവർ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത്. അവർ പിന്നെ 2-3 പച്ചക്കറി വെച്ചിട്ട് ചെറിയൊരു സാമ്പാർ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് കൂട്ടിക്കഴിക്കാനായിട്ട് ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്, സാമ്പാറല്ല. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ കൂട്ടൊക്കെ ഞാനൊന്ന് റെഡിയാക്കിയിട്ട് ഞാനൊന്ന് മൂടി കൊടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ചട്ടിയിലായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒന്ന് കൂടിപ്പോയെന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല.
രാവിലെ ആകുമ്പോഴത്തേക്ക് ആ വെള്ളമൊക്കെ അങ്ങ് വലിഞ്ഞ് കിട്ടും കേട്ടോ മാവിലേക്ക്. കണ്ടോ നമ്മുടെ മാവിൻ്റെ രീതി ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ മൺചട്ടിയിൽ വെക്കുന്നത് കൊണ്ട് തന്നെ, അതുമല്ല ഉഴുന്ന് കുറച്ചല്ലേ ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഇത് മാവ് പെട്ടെന്നങ്ങ് പൊങ്ങി അത്ര പൊങ്ങി ഇതായിട്ടൊന്നും വരത്തില്ല കേട്ടോ. നമ്മൾ സാധാരണ ഇഡ്ഡലിക്ക് അരയ്ക്കുന്നത് പോലെ അങ്ങ് പൊങ്ങിയിട്ട് വരത്തില്ല മാവ്, പുളിച്ച് പൊങ്ങിയൊന്നും വരത്തില്ല. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പൊങ്ങി വരത്തേ മാത്രമേ ഉള്ളൂ കേട്ടോ. എങ്കിലും നമ്മുടെ മാവ് നല്ല അടിപൊളിയായിട്ട് ഇവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മാവിൽ നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ അരയ്ക്കുന്ന അതേപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർത്തിട്ട് അരയ്ക്കാവുന്നതാണ്. ഞാൻ ഇതിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഈ ഒരു മാവ് കൂട്ട് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ രാവിലെ ഇതുപോലെ ചട്ടിയൊക്കെ എടുത്തിട്ട് നോക്കുമല്ലോ, ആ ഒരു സമയത്ത് ഒരുമിച്ച് ഉപ്പും ഒന്നും ഇതിലേക്ക് ചേർക്കാൻ പാടില്ല. ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ചൊന്ന് മാറ്റി നമ്മൾ എടുക്കണം കേട്ടോ. മാവൊന്ന് മാറ്റി എടുക്കണം. എടുക്കുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് മാത്രമുള്ള മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ച് നമ്മൾ ഒരിക്കലും ഈ ഒരു മല്ലിക ഇഡ്ഡലി തയ്യാറാക്കുന്ന സമയത്ത് മാവ് കൂട്ട് നമ്മൾ റെഡിയാക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാവ് കൂട്ടിനെ അത്ര നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന മാവ് കൂട്ടാണ് നമ്മൾ ഉപ്പും എല്ലാം കൂടെ ഇട്ടിട്ട് എപ്പോഴും ഇങ്ങനെ ഇളക്കി കോരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മാവിൻ്റെ സോഫ്റ്റ് അങ്ങ് ഇല്ലാതായി പോകും കേട്ടോ. അത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രത്യേകിച്ചൊരു പാത്രത്തിലെടുത്തിട്ട് നമ്മൾ ഇഡ്ഡലി തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള മാവ് കൂട്ടൊക്കെ ഞാനൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഡ്ഡലി തട്ടൊക്കെ ഞാനൊന്ന് എണ്ണ തടവി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു മാവ് കൂട്ടിനെ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മാവ് കൂട്ടൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇഡ്ഡലി തട്ടിൻ്റെ ആ റൗണ്ട് ഫുള്ളാക്കി ഒഴിക്കരുത്. അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം നമ്മളിതുപോലെ മാവൊന്ന് ഒഴിച്ചെടുക്കാനായിട്ട് പാടുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി ആയതുകൊണ്ട് തന്നെ ഇത് പൊങ്ങി വരും കേട്ടോ. വേവുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒന്ന് പൊങ്ങി വരും. അപ്പോൾ അതിൻ്റെ 1/4 ഭാഗമൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത തട്ടും കൂടി ഇതേപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കിതിനെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയ്ക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി കൂട്ടൊക്കെ ഞാനിവിടെ ഒന്ന് റെഡിയാക്കി നമ്മുടെ തട്ടിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കാവേ. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിലേക്കൊക്കെ നമ്മുടെ ഇഡ്ഡലി ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂടി കൊടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റോളം സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് പോലെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ കാണുന്ന ആ ഒരു മഞ്ഞ കളറെന്ന് പറയുന്നത് നമ്മൾ ഉലുവ ഒരു വലിയ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ആ ഒരു മഞ്ഞ കളറാണ് കാണുന്നത് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല പൂ പോലത്തെ ഇഡ്ഡലി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് തണുക്കാനായിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഡ്ഡലി തട്ടിൽ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചിട്ട് കൊടുക്കണം. ചില ഇഡ്ഡലി തട്ടിൻ്റെ അടിവശത്തൊക്കെ ഒട്ടിപ്പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണ തടവി കൊടുത്തിട്ട് ഇഡ്ഡലി ഇതേപോലെയാക്കി നല്ലതുപോലെ ഞാനൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. നല്ല തണുത്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഇഡ്ഡലിയാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മല്ലിക ഇഡ്ഡലി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. കണ്ടോ, എത്ര സ്പോഞ്ചി ആയിട്ടാണ് നമ്മുടെ ഇഡ്ഡലി ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിലൊരു ഓൾ ഓപ്ഷൻ കാണിക്കും, അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.